പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും വിദേശത്ത് കുടുങ്ങിയ നമ്മുടെ പ്രവാസികളെ നാടിന്റെ തണലിലേക്ക് എത്തിക്കാൻ ഒറ്റക്കെട്ടായാണ് ഏവരും പ്രവർത്തിച്ചു പോരുന്നത്. എന്നാൽ ചിലതൊക്കെ കണ്ടിട്ടും കാണാതെ പോകാനാകില്ല, കേട്ടിട്ടും പറയാതെ പോകാനുമാകില്ല. ഏവർക്കും മാതൃകയായി തീരുകയാണ് വിദ്യാർത്ഥികൾ. ഇത്തിരി പോന്ന സമ്പാദ്യത്തിൽ നിന്നും ഭാരിച്ച തുക നൽകി നാട്ടിലേക്ക് വരാനാകാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാസികൾക്ക് കരുതലായി ഒപ്പം മാതൃകയായി ചിലർ. അവരിൽ ഒരാളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. നാട്ടിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കരുതലായി കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സജീവമായി മുന്നോട്ട് വച്ച ഈ നീക്കത്തിന് വലിയ പിന്തുണയും ലഭിച്ചു വരികയാണ്. ഇപ്പോൾ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നതും അത്തരത്തിലൊരു സഹായത്തെ കുറിച്ച് തന്നെ. തന്റെ സമ്പാദ്യമായ 3000 രൂപ പ്രവാസികൾക്ക് ടിക്കറ്റ് എടുക്കാൻ നൽകിയ റിയാദ് എന്ന വിദ്യാർത്ഥിയെ കുറിച്ചാണ് അദ്ദേഹം കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: ഇത് എന്റെ നിയോജക മണ്ഡലത്തിലെ പോഞ്ഞാശ്ശേരി പ്രദേശത്തെ കൊച്ചുമിടുക്കൻ റിയാദ്. ഗൾഫിലെ പ്രവാസികളുടെ നിലവിലെ അവസ്ഥ വാപ്പച്ചിയിൽ നിന്ന് അറിഞ്ഞതിനെ തുടർന്ന് റിയാദ് ഏറെ നാളായി സ്വരൂപിച്ചു വച്ചിരുന്ന 3000 രൂപ മടങ്ങി വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രവാസിക്ക് ടിക്കറ്റ് വാങ്ങുന്നതിലേക്ക് ഏൽപ്പിക്കാമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുകയാണ്. ഭരണകൂടം പോലും പ്രവാസികളുടെ പ്രയാസം അവഗണിക്കുന്നിടത്താണ് റിയാദിനെ പോലുള്ള കൊച്ചുകൂട്ടുകാർ നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയാകുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നുന്ന നിമിഷം. അതെ, അഭിമാനം തോന്നുന്നു. സമൂഹത്തിന് തന്നെ മാതൃകയായി മാറുന്ന കുഞ്ഞു ഹൃദയങ്ങൾ, നിഷ്കളങ്കതയുടെ മറ്റൊരു പ്രതീകം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരാണ് ഈ കൊറോണ കാലത്തെ അതിജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.